ഇതാണ് അർജുന് മുക്കാൽ ഭാഗം തിന്നതാ. ഇത് അടിപൊളി ഇതാണ് സാധനം. മസാലയെല്ലാം ഞാൻ ലേശം പരിപ്പ് കറി ഒഴിച്ചതാണ്. ഇത് കൂട്ടിയിട്ട് തന്നെ തിന്നാൽ ലേശം ചോറെടുത്തിട്ടുള്ളൂ. വൈകുന്നേരം വന്നേരം ചോറ് തിന്നില്ല. ഞങ്ങൾക്ക് കാണിക്കണ്ടിച്ചാന്ന്. സൂപ്പർ. ബാക്കിൽ നിന്നെല്ലാം അർജുന തന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ പൊരിച്ചത് അല്ല, ഫ്രൈ അല്ലാന്ന് ഇതിൽ. മീൻ പൊരിഞ്ഞ് നല്ല വിധത്തിലാണ്. വേണം, പക്ഷെ അതിൽ നിന്ന് പൊരിയും വേണം, ഫ്രൈ മാതിരി ഇല്ല, അതേമാതിരിയാണ് ബേവ് വേണ്ടത്. അടിപൊളി ടേസ്റ്റ്. മത്തിയാന്ന് നല്ല അടിപൊളി മത്തി ഉണ്ടായില്ല, എന്താണെന്നുണ്ടായിന്. പിന്നെ വേഗം കിടന്നുറങ്ങും, അതുകൊണ്ടാണ് വേഗം തിന്നിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ആദ്യം ഒരു പാന് അടുപ്പിൽ വെക്കുക. തീ കത്തിക്കാണ്ട് പാന് അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാണ്ട് തന്നെ വെക്കുക. എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ ഓയിൽ ഒഴിക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളെന്നാ ഉപയോഗിക്കുന്നത് ഒഴിച്ച് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ഒരു പൊരിക്കാനെടുക്കുന്നവർ ഇട്ടിട്ട് നമ്മളെ മീൻ എത്രയാ പൊരിക്കാൻ, നമുക്ക് എത്രയാ മുളക് പൊടി മഞ്ഞൾപ്പൊടി വേണമെന്നറിയില്ലേ, അതേപോലെ നമ്മൾ എടുക്കുക. എടുത്തിട്ട് സ്പൂണിനെ കൊണ്ട് ഇങ്ങനെ ചാരിച്ച് ഇതാക്കുക. അതായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഒരുപാട് വേണേ. പിന്നെ പച്ച കുരുമുളകാണ് വേണ്ടത്. പക്ഷേ അതിന് എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് പറമ്പത്ത് പോയി എടുക്കാൻ കഴിയില്ല, ഇടാൻ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒരു ചെറുങ്ങനെ ഒന്ന് മിക്സിയിൽ കിറുന്ന് അടിച്ചിട്ട് ഇത് കൂടിയിട്ട് ഇട്ട് നല്ലവണ്ണം മസാലയാക്കുക. എന്നിട്ട് തീ കത്തിക്കുക. ഇത് ഇങ്ങനെ കടുമ്പന് തീ കത്തിച്ച് ഇതിട്ട് ഇത് നല്ലവണ്ണം മസാലയായി വെന്ത് അതിൻ്റെ കൂടെ ഉപ്പിട്ട് അത് കഴിഞ്ഞാൽ മീൻ മുറിച്ച് കഴുകി വെച്ചത് ആ മീനും ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പാനിൽ പരത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ വെക്കുക. തിരിച്ചും മറിച്ചിട്ട്